BTS J-Hopeന്റെ 2022 പുറത്തിറങ്ങിയ ആൽബമാണ് ജാക്ക് ഇൻ ദ ബോക്സ്. ഗ്രീക്ക് പുരാണങ്ങളിലെ അതിപ്രശസ്തമായ പാൻഡോറയുടെ ബോക്സിന്റെ കഥയെ ഉൾക്കൊണ്ടാണ് ജാക്ക് ഇൻ ദ ബോക്സ് ആൽബം തയ്യാറാക്കിയിരിക്കുന്നത്. ആൽബത്തിൽ പാൻഡോറാസ് ബോക്സ് എന്നൊരു സോങ്ങും ഉൾപ്പെടുന്നതായി കാണാം. എന്താണ് പാൻഡോറയുടെ പെട്ടിയുടെ കഥ? നമുക്ക് നോക്കാം. ഗ്രീക്ക് പുരാണങ്ങളിൽ മനുഷ്യരോട് വളരെയധികം അനുകമ്പയുള്ള രണ്ട് ദേവന്മാർ ഉണ്ടായിരുന്നു, പ്രൊമിത്യൂസും എപ്പിമെത്യൂസും. ഇരുവരും സഹോദരന്മാരായിരുന്നു. അഗ്നിയുടെ ദേവനായിരുന്നു പ്രൊമിത്യൂസ്. സർവ്വചരാചരങ്ങളുടെയും ക്ഷേമത്തിന്റെ ദേവനായിരുന്നു എപ്പിമെത്യൂസ്. ഒരിക്കൽ പ്രൊമിത്യൂസ് ദേവൻ ദേവന്മാർക്ക് മാത്രം സ്വന്തമായിരുന്ന അഗ്നി മനുഷ്യർക്ക് കൈമാറി. മനുഷ്യരുടെ പുരോഗതിക്കും സുഖത്തിനും വേണ്ടിയാണ് പ്രൊമിത്യൂസ് അത് ചെയ്തത്. എന്നാൽ ദേവന്മാരുടെ ദേവനായ സ്യൂസ് ദേവന് പ്രൊമിത്യൂസിന്റെ നടപടി ഒട്ടും തന്നെ ഇഷ്ടമായില്ല. സ്യൂസ് ദേവൻ പ്രൊമിത്യൂസിന് ഭയാനകമായ ശിക്ഷകൾ വിധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബന്ധനത്തിലാക്കി. ഇതുകൊണ്ടും കോപം തീരാത്ത സ്യൂസ് ദേവൻ മനുഷ്യരെയും ശിക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ എപ്പിമെത്യൂസ് വഴി ശിക്ഷ നടപ്പാക്കാനായിരുന്നു സ്യൂസ് ദേവന്റെ പദ്ധതി. അതിനാൽ സ്യൂസ് ദേവൻ കണ്ടെത്തിയ മാർഗമായിരുന്നു പാൻഡോറ. സ്യൂസ് ദേവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശില്പിയായ ഹെഫാസ്റ്റസ് കളിമണ്ണ് കൊണ്ട് ഒരു സ്ത്രീ രൂപം നിർമ്മിച്ച് അതിന് ജീവൻ നൽകി. സ്യൂസ് ദേവൻ അവൾക്ക് പാൻഡോറ എന്നു പേരു നൽകി തന്റെ മകളായി സ്വീകരിച്ചു. ദേവന്മാരാൽ ജന്മമെടുത്ത ആദ്യ മനുഷ്യ സ്ത്രീയാണ് പാൻഡോറ. ഗ്രീക്കിലെ ദേവന്മാർ എല്ലാവരും പാൻഡോറയ്ക്ക് ഓരോ കഴിവുകൾ വീതം നൽകി. ഹെർമിസ് ദേവൻ അവൾക്ക് ഭാഷാജ്ഞാനം നൽകി. അദീന അവൾക്ക് വിവേകം നൽകി. സ്യൂസ് ദേവന്റെ ഭാര്യ ഹീറ അവൾക്ക് ജിജ്ഞാസ നൽകി. ഇങ്ങനെ സകല കഴിവുകളും നിറഞ്ഞ ഒരു സ്ത്രീയായി പാൻഡോറ മാറി. സ്യൂസ് ദേവൻ തന്റെ പദ്ധതി അനുസരിച്ച് പാൻഡോറയെ എപ്പിമെത്യൂസിന് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹ ദിവസം സ്യൂസ് ദേവൻ പാൻഡോറയ്ക്ക് ഒരു പെട്ടി സമ്മാനമായി നൽകി. എന്നിട്ട് ഒരിക്കലും ഈ പെട്ടി തുറക്കരുതെന്ന് നിർദ്ദേശവും നൽകി. ഹീറ ദേവത പാൻഡോറയ്ക്ക് ജിജ്ഞാസയാണ് വരമായി നൽകിയതെന്നും പാൻഡോറയ്ക്ക് ജിജ്ഞാസയെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്നും സ്യൂസ് ദേവന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. വിവാഹശേഷം എപ്പിമെത്യൂസും പാൻഡോറയും ഒരു സുന്ദര ജീവിതം നയിച്ചു വരികയായിരുന്നു. അപ്പോഴും തനിക്ക് സ്യൂസ് ദേവൻ നൽകിയ പെട്ടിയിൽ എന്താണെന്നറിയാൻ പാൻഡോറയ്ക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. ദിനം പ്രതി അവളുടെ ആകാംക്ഷ വർദ്ധിച്ചു വന്നു. അവൾ ആ പെട്ടിയിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. പെട്ടിക്കുള്ളിൽ നിന്ന് ആരോ തന്നെ വിളിക്കുന്നതായി അവൾക്ക് തോന്നി. ഒടുവിൽ അടക്കി വെക്കാൻ കഴിയാത്ത ആകാംക്ഷയിൽ പാൻഡോറ ആ പെട്ടി തുറന്നു. വലിയ ശബ്ദത്തോടെ പെട്ടിക്കുള്ളിൽ നിന്ന് ഭീകര രൂപങ്ങൾ പുറത്തേക്ക് പ്രവേശിച്ചു. മനുഷ്യരെ ബാധിക്കുന്ന, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ദുഷ്ടശക്തികളായ പക, ഭയം, വെറുപ്പ്, നിരാശ എന്നിവയായിരുന്നു അതിൽ നിന്നും പുറത്തു വന്നത്. ഭയന്നുപോയ പാൻഡോറ വേഗത്തിൽ പെട്ടിയടച്ചെങ്കിലും അവ നിമിഷങ്ങൾ കൊണ്ട് മനുഷ്യർക്കിടയിലേക്ക് എത്തിച്ചേർന്നു. പാൻഡോറ താൻ ചെയ്ത തെറ്റോർത്ത് പൊട്ടിക്കരഞ്ഞു. ആ നിമിഷത്തിൽ ആ പെട്ടിയിൽ നിന്ന് എന്തോ ഒരു അനക്കം പാൻഡോറയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വെളിച്ചം ആ പെട്ടിയിൽ നിന്ന് പ്രവഹിക്കുന്നതായി പാൻഡോറ കണ്ടു. പാൻഡോറ പെട്ടി തുറന്നു. പ്രതീക്ഷ അഥവാ ഹോപ്പ് ആ പെട്ടിയിൽ നിന്ന് വലിയൊരു പ്രകാശത്തോടെ ഉയർന്നു വന്നു. ഏതൊരു ദുഷ്കരമായ പ്രതികൂല സാഹചര്യത്തെയും മറികടക്കാനായി ലോകത്തെ സഹായിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് പ്രതീക്ഷ. പാൻഡോറയുടെ ബോക്സിൽ നിന്നാണ് ഈ പ്രതീക്ഷ പുറത്തേക്ക് വരുന്നത്. പ്രതീക്ഷ അഥവാ ഹോപ്പിന്റെ പ്രാധാന്യം തന്നെയാണ് ഈ ഗ്രീക്ക് കഥയിൽ എന്നതുപോലെ തന്നെ ജാക്ക് ഇൻ ദ ബോക്സ് എന്ന ആൽബത്തിലും പറഞ്ഞു വെക്കുന്നത്.